എത്രയും സ്നേഹമുള്ളവരെ, പുല്ലൂർ ബാലൻ സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയും മലയാള കലാസാഹിത്യം സമിതിയും സംയുക്തമായിട്ട് നടത്തുന്ന പുസ്തക നിരൂപണ പരിപാടിയിലേക്ക് നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 2024 ഏപ്രിൽ 23 തൊട്ട് ജൂൺ 19 വരെ 58 ദിവസം പുസ്തക ദിനാചരണങ്ങൾ നടത്തുകയാണ്. അപ്പോൾ ഇന്ന് പുസ്തക നിരൂപണത്തിലെ 6ാം പുസ്തക നിരൂപണ പരിപാടിയിലേക്ക് നിങ്ങൾ ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഇവിടെ നിരൂപണം ചെയ്യുന്നത്. രാമഗുരുത്തർ വാര്യരാണ് പുസ്തകം രചിച്ചിരിക്കുന്നത്. നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഭാഗവതത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് കുചേലവൃത്തം അല്ലെങ്കിൽ വഞ്ചിപ്പാട്ട് എന്ന് പറയുന്ന ഈ മഹത്തായിട്ടുള്ള കൃതി രചിച്ചിരിക്കുന്നത്. തുടക്കം തൊട്ട് അടക്കം വരെ അങ്ങ് ഭക്തിഭാവത്തിൽ തീർച്ചയായിട്ടും ആറാടുന്ന ഒരു അപൂർവ ചില കൃതികളിൽ ഒന്നാണ്. തുടക്കത്തിലെ എന്തുകൊണ്ടും ഒരു പ്രാർത്ഥന നല്ലതാണ്. അത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ഏത് മംഗളകാര്യങ്ങളിലും മുഴുകാനും അതുപോലെ സംബന്ധിച്ചുള്ള ഏത് പ്രതിസന്ധികളെ അതിജീവിക്കാനും ഒരു പ്രാർത്ഥന ഒരു ദിവ്യ ഔഷധം തന്നെയാണെന്നുള്ള കാര്യം വിശേഷിപ്പിക്കുക. പ്രത്യേകിച്ചും നമ്മുടെ വൈക്കത്തപ്പനും ഏറ്റുമാനൂരപ്പനും അതുപോലെ സംബന്ധിച്ചും എറണാകുളത്തപ്പനും അതുപോലെ പത്മനാഭസ്വാമിയും നമ്മുടെ പ്രത്യേകിച്ചും മലയാളികളുടെ ഒരു സുഹൃതമായിട്ട് നമ്മളതിനെ നോക്കി കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് വിഷയങ്ങളും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഒന്ന് മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതോ കാര്യം നേടും എന്നുള്ളൊരു തീർച്ചയായിട്ടും ഒരു ശുഭാപ്തി വിശ്വാസം ഒരു ഭക്തിഭാവത്തിലുണ്ട്. പ്രത്യേകിച്ചും ഇത് വഞ്ചിപ്പാട്ടാണ് എങ്കിൽ പോലും നല്ലൊരു ആവേശവും നല്ലൊരു ആവേശവും അല്ലെങ്കിൽ ഒരു ചടുലതയും പ്രത്യേകിച്ചും ഈ പറയണ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിനുണ്ട് എന്നുള്ള കാര്യങ്ങൾ വിശേഷിപ്പിക്കുക. ഇതിൽ പ്രതിപാദ്യപ്പെട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ കൃഷ്ണനും കുചേലനും അവർ ബാല്യകാല സുഹൃത്തുക്കളാണ്. പ്രത്യേകിച്ചും ഇവർ രണ്ടുപേരും ഗുരുകുല വാസത്തിൻ്റെ ഇടയിൽ കഴിയുമ്പോൾ തീർച്ചയായിട്ടും അന്ന് കൃഷ്ണനും കുചേലനും ഒരുമിച്ച് വിറക് ശേഖരിക്കാനായിട്ട് കാട്ടിൽ പോയി. അപ്പോൾ കാട്ടിൽ പോയപ്പോൾ ഏറ്റവും വലിയ രസകരം എന്താ വിശേഷം എന്ന് വെച്ചാൽ കാട്ടിൽ ഇവർ രണ്ടുപേരും ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ മഴയുള്ളൊരു രാത്രിയായിരുന്നു. അപ്പോൾ ഈ കൃഷ്ണനും കുചേലനും കഴിക്കാനായിട്ട് സാന്ദീപിനി മഹർഷിയുടെ ഭാര്യയെ കുറച്ച് അവൽപ്പൊതി വിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ രാത്രിയായപ്പോൾ രണ്ടുപേർക്കും വിശപ്പ്. അപ്പോൾ വിശപ്പ് വന്നപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കുചേലൻ അവൽപ്പൊതി കഴിച്ച് എല്ലാവരും നന്നായിട്ട് അത് പൂർണ്ണമായിട്ട് കഴിച്ചു. കൃഷ്ണൻ അന്ന് രാത്രി കിടന്ന് പട്ടിണി കിടന്നു. പിന്നീട് ഒരു ആയുഷ്കാലം മുഴുവൻ ഏകദേശം ഒരു സാന്ദീപിനി ആശ്രമത്തിൽ നിന്നുള്ള ഗുരുകുലവസത്ര പഠനം കഴിഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി. കൃഷ്ണൻ ദ്വാരകയിലേക്കും മധുരയിലേക്കും പിന്നീട് കുചേലൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തൻ്റെ ജീവിത പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ പോയി. ഒരു ആയുഷ്കാലം മുഴുവനും കുചേലൻ എന്നൊക്കെ പറഞ്ഞാൽ ദാരിദ്ര്യത്തിൽ കഴിയേണ്ടി വന്നു. കാരണം ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാൻ വകയില്ലാതെ കുചേലൻ അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന സമയത്താണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കുചേലൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ ഒരു സത്യകർത്തനല്ലേ കൃഷ്ണനെ പോയി ഒന്ന് കണ്ടുകൂടെ എന്ന് കണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ സങ്കടമൊന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ കൃഷ്ണൻ അത് പരിഹരിക്കില്ല എന്നുള്ളൊരു ഉപദേശം കൊടുത്തു. അങ്ങനെയാണ് തീർച്ചയായിട്ടും കുചേലൻ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ഉപദേശം അനുസരിച്ച് വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വേഷമൊക്കെ വളരെ മുഷിഞ്ഞ് നാറിയതാണ്. എങ്കിലും എന്നെ കൂടൽ ഗർവെല്ലാം വെച്ചു വട്ടുവഴക്കല്ലേ കൃഷ്ണ കൊന്നേക്കോളിൽ ഭഗവാനെ ഭജന്ത ഭവന്തം എന്ന് പറഞ്ഞ പോലെ ഏത് ദുഃഖത്തിലും ദുരിതത്തിലും കൃഷ്ണസ്മരണകളായിട്ട് കൃഷ്ണ മന്ത്രങ്ങൾ ഉരുവിട്ട് തന്നെ അവസാനം എന്താ പറഞ്ഞാൽ ദ്വാരകയിൽ വന്നെത്തി കുചേലൻ. അപ്പോൾ കുചേലൻ വന്നെത്തിയപ്പോൾ സാധാരണ ഇന്നത്തെ കാലത്ത് സമ്പന്നന്മാരൊന്നും ദരിദ്രന്മാരൊന്നും സഹായിക്കാറില്ല. പക്ഷേ കൃഷ്ണൻ കുചേലനെ വിളിച്ചിരുത്തി സൽക്കരിക്കുകയും ചെയ്ത് വേണ്ട ദാനധർമ്മങ്ങളെല്ലാം കൊടുത്തു. മറിച്ചുള്ള ഏറ്റവും വലിയൊരു വിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കൃഷ്ണനും കുചേലനും ഏകദേശം ഒരേ പ്രായക്കാരാണെങ്കിൽ കൃഷ്ണൻ നല്ല സുന്ദരനും കുചേലൻ തൻ്റെ ദുഃഖങ്ങളും പ്രാരാബ്ദവും മനപ്രയാസം കൊണ്ട് യുവാവായിട്ടുള്ള കുചേലൻ എന്ന് പറഞ്ഞാൽ ഒരു വൃദ്ധനായിട്ട് അങ്ങനെ ചുരുങ്ങിപ്പോയി. എങ്കിൽ പോലും ഇവർ രണ്ടുപേരുടെയും ഹൃദയം ഇവർ ബാല്യകാല സുഹൃത്തുക്കളാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ബാല്യകാല സുഹൃത്താണെന്നുള്ള ഒരു സത്യം അറിയുന്നതിനോടൊപ്പം മറ്റൊരു സത്യം കുചേലനറിയാം, മഹാവിഷ്ണു തന്നെയാണ് സാക്ഷാൽ കൃഷ്ണൻ എന്നുള്ള ഒരു വലിയ സത്യം അദ്ദേഹത്തിനറിയാം. അങ്ങനെ തൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ കൃഷ്ണനെ കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ ദുഃഖം പറയാൻ മറന്നുപോയി. പക്ഷേ കൃഷ്ണൻ അത് മനസ്സറിഞ്ഞ് എല്ലാ സമ്പൽ സമൃദ്ധികളും കൊടുത്തു. ത്രിഭുവനമഖിലവും സമ്പൽ സമൃദ്ധി ത്രിപതി
ശ്രീദേവി കൊടുത്തു എന്നുള്ള ഒരു രീതിയിൽ തന്നെ ആ ശ്രീദേവി അനുഗ്രഹം, മഹാലക്ഷ്മിയുടെ അനുഗ്രഹം തന്നെ കൊടുത്തു. കാരണം കുചേലൻ വളരെ ബുദ്ധിമാനാണ്. പക്ഷേ ബുദ്ധി കൊണ്ട് മാത്രം പോരുമില്ല. ബുദ്ധി കഴിയണമെങ്കിൽ, ബുദ്ധിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല സമ്പത്ത് തന്നെ വേണം. അവസാനം ബുദ്ധിയും പണവും എല്ലാം ഭഗവാൻ നല്ല രീതിയിൽ കൊടുത്തൂടെ കുചേലൻ്റെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടിലും മാറി. ഒരു കാര്യസാധ്യത്തിനോടുള്ള ഒരു ഭക്തിയല്ല കുചേലൻ്റേത്. ജീവിത അവസാനം കാലം കൃഷ്ണസ്മരണകളും സ്മരണകളായിട്ട് കഴിഞ്ഞ ആ കുചേലൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാൽ കൃഷ്ണന് വേണ്ടി ആ ദർശനം കാത്തിരിക്കാനും വേണ്ടി, മാത്രമല്ല കൃഷ്ണൻ്റെ സ്മരണകളില്ലാത്ത ഒരു ദിവസം പോലും ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ കൃഷ്ണനോടുള്ള ഒരു ഭക്തിയും സ്നേഹവും ആരാധനയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഇതിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം എടുത്ത് വിശേഷിച്ചാൽ ഈ 9 തരത്തിലുള്ള ഭക്തിയുണ്ട്. പാദ്യം, അർഘ്യം, അർച്ചനം, പാദസേവനം, ശ്രവണം, ഇതുപോലുള്ള 9 ഭാവങ്ങളിലൂടെയാണ് പ്രത്യേകിച്ചും കുചേലവൃത്തം, വഞ്ചിപ്പാട്ട് കടന്നു പോകുന്നത്. ഈ കൃതി എടുത്ത് വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് അമ്പലപ്പുഴ കൃഷ്ണനെ, അമ്പലപ്പുഴ പാൽപ്പായസം അറിഞ്ഞ ആ രുചി അനുഭവിച്ചതിൻ്റെ ഒരു രസം, ഈ 2 സുഖവും നമുക്ക് ഏകദേശം നമുക്ക് ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും അനുഭവിച്ചറിയാം. കാരണം അത്രയേറെ സുഹൃതമാണ്. പ്രത്യേകിച്ചും ഈ കുചേലവൃത്തം, വഞ്ചിപ്പാട്ടെന്ന് പറഞ്ഞ കൃതി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ അതിലൊരു തീർത്ഥാടനത്തിൻ്റെ ഒരു അനുഭൂതി തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കാര്യം വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. കുചേലമായ ഭക്തി കൃഷ്ണനെയും കൊടുത്തല്ല, കൃതാതരമായും കടം ശോഷിച്ചു ദാനധർമ്മങ്ങൾ ചെയ്തു ദമ്പതുമാവരും ആനന്ദിച്ചാട്ടലാനന്ദകാലം. അപ്പോൾ ഈ പുസ്തക നിരൂപണ പരിപാടി നിങ്ങളെല്ലാവരും കാണണം, വിലയിരുത്തണം. ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ വിളിച്ചു കൊടുക്കുന്നു. നന്ദി, നമസ്കാരം.